ഇന്ന് പുഷ്പക് പറന്നിറങ്ങുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെ സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള സുന്ദരപാണ്ഡ്യപുരം എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. കൃഷിയും കന്നുകാലി വളർത്തലും പ്രധാന വരുമാനമാർഗമാക്കിയിട്ടുള്ള ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം തല ഉയർത്തി കാറ്റിൽ തത്തിക്കളിച്ച് സ്വർണ്ണവർണ്ണത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളാണ്. അങ്ങു ദൂരെ നീലനിറത്തിൽ തട്ടുകളായി കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളും പച്ചപ്പട്ട് പുതച്ച നെൽപ്പാടങ്ങളും വിവിധ വർണ്ണങ്ങളാൽ കാണുന്ന പൂപ്പാടങ്ങളും പഴം പച്ചക്കറി തോട്ടങ്ങളും കാറ്റേറ്റ് കറങ്ങുന്ന കാറ്റാടികളും കളകളാരവങ്ങളോടെ ഒഴുകുന്ന ചെറു അരുവികളും നദികളും തെങ്ങിൻ കവുങ്ങിൻ തോപ്പുകളും കൂറ്റൻ കരിമ്പനകളും പുരാതന ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളും നീന്തിത്തുടിക്കുന്ന താറാക്കൂട്ടങ്ങളും മണികിലുക്കി വരുന്ന കാളവണ്ടികളും എല്ലാം കൂടിച്ചേർന്നു ഈ ഗ്രാമത്തിൻ്റെ പഴയകാല മനോഹാരിത സമാനതകൾ ഇല്ലാത്തതും നാടൻ പ്രൗഢിയുടെ നേർക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതുമാകുന്നു. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഉദ്ദേശം 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ളവർക്ക് ഒരു വൺ ഡേ ടൂറായിട്ട് സുന്ദരപാണ്ഡ്യപുരത്ത് എത്തിച്ചേരാവുന്നതാണ്. സൂര്യകാന്തി പൂക്കളിൽ നിന്നും വിളവെടുത്തു ലഭിക്കുന്ന സൂര്യകാന്തി വിത്തുകളിൽ നിന്നും സൂര്യകാന്തി എണ്ണ വേർതിരിച്ചെടുക്കുകയും ബയോഡീസൽ വ്യവസായങ്ങൾക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സൂര്യകാന്തി പൂക്കളെ കൂടാതെ ജമന്തി, കോഴിപ്പൂവ്, വാടാമുല്ല, ട്യൂബ് റോസ് തുടങ്ങിയ പൂക്കളുടെയും പച്ചമുളക്, ഉള്ളി, ചോളം, കരിമ്പ്, പൈനാപ്പിൾ, വെണ്ടയ്ക്ക, തക്കാളി, കത്തരിക്ക, വെള്ളരിക്ക, ബീട്രൂട്ട്, വെളുത്തുള്ളി തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. ഇവിടം സന്ദർശിക്കുന്നവർക്ക് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറികൾ മറ്റും വാങ്ങാൻ സാധിക്കും. പൂപ്പാടങ്ങളെല്ലാം ഫോട്ടോജനിക്കാണ്. ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ കർഷകർ ഇപ്പോൾ ചെറിയ റേറ്റും ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും സന്ദർശകർ വിളകൾക്ക് ദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ബസ് റൂട്ടുള്ള ഇവിടത്തെ റോഡുകൾ വീതി കുറഞ്ഞതായതുകൊണ്ട് വണ്ടികൾ പരമാവധി ഒതുക്കിയിടാനും ശ്രമിക്കണം. പാടങ്ങൾക്ക് പുറമെ പുരാതന ക്ഷേത്രങ്ങൾക്കും പ്രസിദ്ധമാണ് സുന്ദരപാണ്ഡ്യപുരം. ഹനുമാൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അഗസ്ത്യേശ്വര ഗുഹാക്ഷേത്രം, ശ്രീ മുപ്പടത്തിയമ്മൻ ക്ഷേത്രം, ശ്രീ രാജഗോപാലസ്വാമി ക്ഷേത്രം, ശ്രീ മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം എന്നിവ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സുന്ദരപാണ്ഡ്യപുരത്ത് കൽത്തൂണുകളിൽ മേൽക്കുരയുള്ള പുരാതന ശൈലിയിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങൾ തുടർച്ചയായ നിരയിൽ പൂമുഖത്തും കൽത്തറയിലും വർണ്ണാഭമായ ഡിസൈനുകളിൽ കാണാം. തമിഴ് ചലച്ചിത്രങ്ങളായ റോജ, ജെന്റിൽമാൻ, മുതൽവൻ, അന്യൻ, സത്യം, അവൻ ഇവൻ, ശിവപ്പതികാരം, ധൂൾ, പുഷ്പ എന്നിവയും മലയാള ചലച്ചിത്രങ്ങളായ സൂത്രധാരൻ, കളഭം, തെങ്കാശിപ്പട്ടണം ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ലൊക്കേഷനായ സുന്ദരപാണ്ഡ്യപുരം ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഇടമാണ്. സുന്ദരപാണ്ഡ്യപുരത്തു നിന്നും തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയിൽ 4 കിലോമീറ്റർ പിന്നിട്ടാൽ പുലിയൂർ പാറ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ അന്യൻപാറ എന്നറിയപ്പെടുന്ന പാറക്കൂട്ടം കാണാം. അന്യൻ സിനിമയുടെ ഗാന ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ പാറകളിൽ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയും ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. കാലപ്പഴക്കം കൊണ്ടും ചിത്രങ്ങൾ മങ്ങിത്തുടങ്ങിയ നിലയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ പാടശേഖരങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. സുന്ദരപാണ്ഡ്യപുരത്തെ പഴമയുടെ കാഴ്ചകളും പാടശേഖരങ്ങളും സൂര്യകാന്തി പൂക്കളുടെ പീതമഞ്ചിമയും വേണ്ടുവോളം ആസ്വദിച്ച് പുഷ്പക് മടങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്